പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, വളരെ തിരക്ക് പിടിച്ച ഒരു യുഗമാണല്ലോ ആധുനിക യുഗം. ഈ യുഗത്തിൽ ജീവിതത്തിലെ പലതിനോടും നമ്മൾ താരതമ്യം ചെയ്യുന്നു. എങ്കിലും മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ ദൈവവിശ്വാസം നഷ്ടപ്പെടുത്താതെ തങ്ങളുടെ മക്കളിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു വിദേശ മലയാളി കുടുംബത്തെയാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മിസ്റ്റർ ലിയോ, ആലിസ് ദമ്പതികളെയും അവരുടെ മക്കളായ ഇവ റോസിനെയും ലെനോ ജോസഫിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബത്തെ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ലിയോ. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപതയിൽ വെളയനാട് ഇടവകയിൽ നിന്ന് വരുന്നു. ആലീസ് ആളുടെ വീട് തൃശ്ശൂർ ചേറൂർ ആണ്. പിന്നെ ഇവാറോസ് ലിയോ. എത്ര നാളായി നിങ്ങൾ വിദേശത്തായിട്ട്? ഞങ്ങൾ ഇപ്പോൾ 15 വർഷമായി. 10 വർഷം ഓസ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്ത് വിയന്നയിൽ, 5 വർഷം സ്വിറ്റ്സർലൻഡിൽ. ഈ ദൈവസ്നേഹവും ഈശ്വര വിശ്വാസവും ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കാർന്നോന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയത് തന്നെയാണ്. എങ്കിലും ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ഏതെങ്കിലും ഒരു നിമിഷം പങ്കുവയ്ക്കാമോ? ഞാൻ 2 വർഷക്കാലം ജോലിയില്ലാതിരുന്ന സമയത്ത് ആണ് ശരിക്കും ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് വഴിയായത്. കാരണം ജോലി അന്വേഷിച്ചിട്ട് ഒത്തിരി നാൾ അന്വേഷിച്ചിട്ട് കിട്ടാണ്ടായപ്പോഴാണ് ശാലോമിൻ്റെ വെബ്സൈറ്റിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അറിയാൻ കാരണം ഞങ്ങളുടെ ആൻറ്റി ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ ആൻറ്റിയാണ് പറഞ്ഞത് ഇങ്ങനെ ശാലോം TV പ്രോഗ്രാം ഇൻ്റർനെറ്റ് കൂടെ വരുന്നുണ്ട്, നിങ്ങളത് കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടാൻ, കാരണം അവിടെ ധ്യാനങ്ങളൊന്നും നമുക്ക് എപ്പോഴും നാട്ടിൽ പോലെ കൂടാനുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെയാണ് ഞങ്ങൾ ദൈവാനുഗ്രഹം കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത്. എങ്കിലും ഇവിടുത്തെ ഒരു ജീവിത രീതി അല്ല തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമാണുള്ളത്? കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഞങ്ങൾ ചെല്ലും. പക്ഷെ ജോലിയുടെ സമയം അനുസരിച്ച് സമയങ്ങൾ വ്യത്യാസം വരും. കാരണം വെച്ചാൽ 3 മണി തൊട്ട് 7 മണി വരെ ഫ്രീ ടൈമാണ് എനിക്ക്. പുള്ളിക്കാരത്തിനായിട്ട് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ പ്രാർത്ഥന ചെല്ലും. ഇനി അഥവാ ഞങ്ങൾ ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലും. പക്ഷെ പ്രാർത്ഥന മുടക്കാറില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വൈകിട്ട് രാത്രി ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഒരുമിച്ച് 8 മണിക്ക് ശേഷം പ്രാർത്ഥന. പക്ഷെ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കും. ആലീസ് ഒരു അമ്മ എന്ന നിലയിൽ ഈ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ഈ കുട്ടികളുടെ റെസ്പോൺസ് എന്താണ് പ്രാർത്ഥനയോടൊക്കെ? പ്രാർത്ഥനയ്ക്ക് അവർ വന്നിരിക്കും, അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ അവർ കളിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി അവർ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും. എന്നിരുന്നാലും അവൾ കർത്താവിൻ്റെ മാലാഖ, അതുപോലെ അവൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന പ്രാർത്ഥനകളെല്ലാം അവൾ ചെല്ലുമ്പോൾ ആത്മീയ കോട്ട, അങ്ങനെയൊക്കെ എല്ലാവരും മോൻ ഇപ്പോൾ പാട്ടൊക്കെ പാടുകയാണെങ്കിൽ അവരവരുടെ ഇൻസ്ട്രുമെൻസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ചില സമയത്തൊക്കെ പാടി വളരെ ആക്റ്റീവായിട്ടൊക്കെ എത്തിക്കും. അതല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാതെയും അതുപോലെ കളിച്ചൊക്കെ ഇരിക്കും. എന്നിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥന തുടർന്നുകൊണ്ട് പോകാറുണ്ട്. എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥന എത്തിക്കാറുമുണ്ട്. ശരിക്കും ഒരു മലയാളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലല്ലല്ലോ ഈ മക്കൾ വളരുന്നത്. എങ്കിലും ഇവർ മലയാളത്തിലാണ് ഇവർ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതും. അവർ മോള് ഇപ്പോൾ കർത്താവിൻ്റെ മാലാഖ, അതുപോലെ സ്വർഗസ്വനായ, കൊന്തയിലുള്ള ഇതുകളൊക്കെ മലയാളത്തിൽ തന്നെയാണ് ചെല്ലണത്. അത് അവൾ പഠിക്കാനിട വന്നത്. അതുപോലെ പപ്പ 2 വർഷം ഇങ്ങനെ ഇരുന്ന സമയങ്ങളിൽ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഏഷ്യാനെറ്റ് അതുപോലെയുള്ള വേറെ പ്രോഗ്രാമുകളെല്ലാം കാണുമായിരുന്നു, മലയാളം പരിപാടികളെല്ലാം കാണുമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, അന്ന് ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ശേഷം ഇവൻ ജനിക്കുന്നത്. അപ്പോൾ കുട്ടികളും അതിനകത്ത് കാണുന്ന ഡയലോഗുകൾ കാണാതെ പഠിക്കുന്നു. അതുപോലെ ഇപ്പോൾ കൂട്ടുകാർ തമ്മിലുള്ള സദസ്സുകളൊക്കെ വരുമ്പോൾ അവരത് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കുട്ടികളുടെ വളർച്ച അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ തന്നെ ഞങ്ങൾക്കൊരു അച്ഛൻ ഇങ്ങനെ പാട്ടും അതുപോലെ ഡാൻസും ഒക്കെ അവരുടെ ഒരു ക്രിസ്മസ് സമയത്ത് ഇങ്ങനെ കളിച്ചൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ വന്ന് ഞങ്ങളോട് സംസാരിക്കാനിടയായി. അപ്പം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, കുട്ടികളെ കൂടുതലായിട്ടും നമ്മൾ ഭക്തിഗാനങ്ങൾ കേൾപ്പിക്കുകയും അതുപോലെ വചനം അങ്ങനെയുള്ള കാര്യങ്ങളോട് അടുപ്പിച്ച് നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരുമെന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വെബ്സൈറ്റ് കിട്ടണമെന്നൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ മാതാപിതാക്കൾ തന്നെ അന്നൊരു തീരുമാനം എടുത്തു, ഇനി ശാലോം നമ്മൾ വെച്ച് അങ്ങനെ ഒരു ഇത് വെച്ച് നമുക്ക് നോക്കാം, ഈ പരിപാടികളെല്ലാം അവസാനിപ്പിക്കാൻ.
അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ കണ്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് അവളുടെ സാധാരണ ആനിമേഷൻ കാർട്ടൂൺ പ്രോഗ്രാമുകളൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്നിരുന്ന സ്ഥാനത്ത് ആരും പറയാതെ തന്നെ ഈ പ്രോഗ്രാമുകളുടെ മുന്നിൽ വന്നിരിക്കുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു സമയത്ത് അതിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ട ജപമാലയിലെ പ്രാർത്ഥനകൾ സ്വർഗസ്നായം നന്മ നിറഞ്ഞു പറയുമേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ അതുപോലെ വിശ്വാസ പ്രമാണം അതൊക്കെ ഞങ്ങൾ ഇരുത്തി പഠിപ്പിച്ച് കൊടുക്കാതെ അതിനോടൊപ്പം ചെന്നിരുന്ന് ആളുടെ ഓൺ ഇൻട്രസ്റ്റിൽ അത് പഠിച്ചു. പക്ഷേ ഇത് അവൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വട്ടാലച്ചൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. കുട്ടികൾ TV കണ്ട് വളരുന്നത് അത് നല്ലതല്ല, നിങ്ങൾ പിള്ളേർ എപ്പോഴും ക്രിസ്തീയമായ കാര്യങ്ങൾ കേട്ട് വളരണം എന്നുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വട്ടാലച്ചൻ അത് ടോക്കിക്കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ആൾക്ക് കുറച്ചും കൂടിയും, അതായത് ഇവാറൂസിന് ഈ 3 വയസ്സായ ആൾക്ക് കുറച്ചും കൂടിയും TV-മായിട്ടുള്ള ബന്ധം മാറ്റി നിർത്താനായിട്ട് സഹായിച്ചു. അതിനുശേഷം അവൾ തന്നെ വന്ന് പറഞ്ഞു, ഇനി നമുക്ക് TV കാണണ്ട, ഇനി ഈ ക്രിസ്തീയമായ പ്രോഗ്രാം കണ്ടാൽ മതി. പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ മറ്റുള്ള ചാനലുകൾ കാണുന്നതുകൊണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു മാറാനായിട്ട്. അപ്പം ഞാൻ രാത്രി സമയം അതിനുപയോഗിച്ചു. കുറച്ച് നാൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ ബോധ്യമുണ്ടായി, ഇത് കാണുന്നത് നല്ലതല്ല. നമ്മളുടെ പിള്ളേർ നല്ല രീതിയിൽ വളരണമെങ്കിൽ, ക്രിസ്തീയമായി ദൈവവിശ്വാസത്തിൽ വളരണമെങ്കിൽ നമ്മളിത് ഉപേക്ഷിച്ചേ പറ്റൂ. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഘട്ടമായിട്ട് നിർത്തി. ഇവാമോൾ സുഖമാണോ? അതെ. സന്തോഷമാണോ? അതെ. മിടുക്കി. അപ്പോൾ ഇവയ്ക്ക് ഇതൊക്കെ മലയാളത്തിൽ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മലയാളത്തിൽ ചൊല്ലാൻ അറിയാം എന്നാണ് ഇപ്പോൾ അപ്പയും അമ്മയൊക്കെ പറഞ്ഞത്. അപ്പം മോൾക്ക് ഇഷ്ടമുള്ളൊരു പ്രാർത്ഥന മലയാളത്തിൽ മോൾക്ക് ചൊല്ലാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണ്ടി? എങ്കിൽ ഏത് പ്രാർത്ഥനയാണ് മോൾ ചൊല്ലുന്നത്? നന്മ നിറഞ്ഞ മറയം. ഒന്ന് ചൊല്ലി കേൾപ്പിച്ചേ. നന്മ നിറഞ്ഞ മറയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ മോക്ക് മാതാവിനോടാണ് ഇഷ്ടം എന്ന് തോന്നുന്നു. മാതാവിനോടുള്ള പാട്ട് വല്ല മോക്ക് കാണാതെ അറിയാമോ? എങ്കിലൊന്ന് പാടിക്കേ. ജപമാലയേന്തി കൈകൾ വിരിച്ച് പരിശുദ്ധ മറിയമേ ചൊല്ലിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമേകൂ, പാവനാത്മാവിൻ്റെ പ്രിയദാസിനി. ജപമാലയേന്തി കൈകൾ വിരിച്ച് പരിശുദ്ധ മറിയമേ ചൊല്ലിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമേകൂ, പാവനാത്മാവിൻ്റെ പ്രിയദാസിനി. അമലോൽഭജനനി കാരുണ്യനാഥേ, ലോകത്തിൻ മാതാവു നീയേ. അമലോൽഭജനനി കാരുണ്യനാഥേ, ലോകത്തിൻ മാതാവു നീയേ. മാധുര്യമേറും നിന്നാമമെന്നും രോഗികൾക്കാരോഗ്യമന്ത്രം. മാധുര്യമേറും നിന്നാമമെന്നും രോഗികൾക്കാരോഗ്യമന്ത്രം. ഓ മിടുക്കി, നല്ല ശബ്ദം. ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നുന്നു മോളെ പറ്റി. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇക്കൊല്ലം 1ാം ക്ലാസ്സിലേക്കാവും. 1ാം ക്ലാസ്സിലേക്കാവും. മിടുക്കി. മോള് ശാലോം TV ഒക്കെ കാണാറുണ്ടല്ലോ അല്ലേ? മാതാവിൻ്റെ പാട്ടുകൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഉണ്ട്. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാതാവിൻ്റെ പാട്ട് ഏതായിരുന്നു? അഴക് അഴക് എന്നഴക്. അത് മോൾ എവിടുന്നാ പാട്ട് കേട്ടത്? ശാലോം TVന്ന്. என்ன அழகு உன்னருளழகு, என்ன அழகு உன்னன்பழகு, என்ன அழகு உன்னருளழகு, என்ன அழகு உன்னன்பழகு. ആ പാട്ട് ഞങ്ങൾ ഒരിക്കൽ വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ടായിരുന്നു.
ആ പാട്ട് ഞങ്ങൾ ഒരു ദിവസം അന്വേഷിച്ചു. എന്നിട്ട് ഒരു CD അതിൻ്റെ വാങ്ങിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ CD ഇട്ട് നോക്കിയിട്ട് ആദ്യം ഒരു പാട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഇപ്പം ഞാൻ പാടാം. വേളാങ്കണ്ണി പോയി വിരള വാങ്ങോ, നമ്മ വേണ്ടി വരും കുറയല്ല നീങ്ക. വേളാങ്കണ്ണി പോയി വിരള വാങ്ങോ, നമ്മ വേണ്ടി വരും കുറയല്ല നീങ്ക. അലേ അലേ ആസതിയോടെ നടന്നു വരും കൂറോ, അലേ അലേ ആസതിയോടെ വരും കൂറോ. അമ്മ വട്ടാൻ നെനിച്ചു വേണം കൂറോ, അമ്മ വട്ടാൻ നെനിച്ചു വേണ്ട ഇങ്ങനെ കൂറോ. കയ്യിലുമാണ് കൊഞ്ചം മാല, മയിലുമാണ് കുഞ്ചുമാല. തന്തന തന്തന തന്തനാത്തന തന്തന തന്തന തന്താന. അപ്പോൾ ഈശോയെ അറിയുന്നതിന് ഭാഷയും പ്രദേശവും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് യുവാക്കുട്ടി തെളിയിച്ചിരിക്കുന്നു അല്ലേ? മിടുക്കിയാണ്. ഈ പ്രാർത്ഥനകളും ഈ നല്ല പാട്ടുകളൊക്കെ മോൾ എവിടുന്നാണ് പഠിച്ചത്? ശാലോം ടിവിന്ന്. ശാലോം ടി വിയിൽ നിന്നാണ്. അമ്മ സഹായിക്കാറുണ്ടോ ഇതൊക്കെ പഠിക്കാനൊക്കെ, അല്ലെ മോളെ സ്വന്തമായിട്ട് ഇങ്ങനെ കേട്ട് പഠിച്ചതാണോ? ചിലത് ഞാൻ സ്വന്തമായിട്ട് കേട്ട് പഠിച്ചു, ചിലത് തന്നെ അമ്മ സഹായിച്ചിട്ടുമുണ്ട്. മോള് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ കൂട്ടുകാരോടൊക്കെ പറയുമോ ഈശോയെ പറ്റിയൊക്കെ മോള് പറയുമോ? പറയും. പക്ഷെ അവർ ചിലപ്പോൾ പറയും അതൊന്നും ഒരു ആവശ്യമില്ലാന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും ഈശോയുടെ കൈവിടാറില്ല. മിടുക്കി, മിടുക്കി. മോള് ബൈബിളിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ മോൾക്ക് കാണാതെ അറിയാമോ? മോള് സ്ഥിരമായിട്ട് ചൊല്ലുന്ന ഏതെങ്കിലും ഭാഗങ്ങളോ സങ്കീർത്തന ഭാഗങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ആ തിന്നെ സംരക്ഷണത്തിൽ വഹിക്കുന്നതും അറിയാം. അങ്ങനെയാണേലും മോൾക്ക് അതൊന്ന് ചൊല്ലാൻ പറ്റുമോ? ഇപ്പോൾ ഒന്ന് ചൊല്ലിക്കേ. തിന്നെ സംരക്ഷണത്തിൽ വഹിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിഞ്ഞവനും കർത്താവിൻ്റെ സംഗീതന്റെ കോട്ടയെ ഞാൻ ആശ്രയിക്കുന്നതെന്ന് പറയുന്നു. അവിടുന്ന് വേണ്ട കിണിയും മാരമായ മഹാമാരിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് തന്നെ മറച്ചോളും. തൻ്റെ വിശ്വസ്തൻ കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയോ പൽപ്പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട. ഈറ്റ് സഞ്ചരിക്കുന്ന മഹാമാരിയോ നൊറ്റച്ചക്ക് വരുന്ന വിനാശത്തെയോ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളായെങ്കിൽ മരിച്ചു വീണേക്കാം. നിന്റെ വലത്തുവശത്തെ പരിണാമങ്ങൾ നിനക്കൊരു അനർത്ഥവും സംഭവിക്കില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സംഭവിക്കില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്റെ ദൂതന്മാരെ അയച്ചോളൂ. സിംഹത്തിന്റെ അണയിന്മേൽ നീ ചവിട്ടിയെടുക്കും. നീ സിംഹത്തിന്റെ സർപ്പത്തിന് നീ ചവിട്ടിയെടുക്കുക. അവിടുന്ന് നിന്നോട് സ്നേഹത്തിലൊട്ടിരിക്കും. ഞാൻ അവനെ സംരക്ഷിക്കുന്നു. ദീർഘായുസ്സം നൽകി അവിടെ സംരക്ഷിതാക്കും. എൻ്റെ രക്ഷ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. വളരെ നന്നായിരിക്കുന്നു കേട്ടോ ഇവ. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലാണെങ്കിലും ഇടിക്കും മിന്നലും ഒരു കുറവില്ല. ഇവർക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അത് മിന്നാൻ തുടങ്ങുമ്പോഴേക്കും ഇവർ രണ്ടാളും ഈശോയുടെയും മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് പാട്ട് പാടും. ഏതാ മോള് അപ്പോൾ പാടുന്ന പാട്ട്? യൂതന്മാരുടെ രാജാവായ നസ്രായൻ പാട്ട് പാടും. യൂതന്മാരുടെ രാജാവായ നസ്രായനാമീശോയെ, ഇടിയിൽ നിന്നും മിന്നൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കുക. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കുക. ഇത് മോൾ എപ്പോഴാണ് ഈ പാട്ട് പാടാറുള്ളത് വീട്ടിൽ നിന്ന്? ഇടിവെട്ടും മിന്നലൊക്കെ വരുമ്പോ ഞാനിങ്ങനെ ചൊല്ലി എൻ്റെ ചെവി പോലും അത് കേൾക്കാതെ ഉണ്ടാവില്ല. അത് ശരി, മിടുമിടുക്കി. ആ കൊള്ളാം. മറ്റേതൊക്കെ പ്രോഗ്രാമാ മോക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഉള്ളത്? ജീസസ് കിഡ്സ്, സെറാഫിൻ, ടോമാൾട്ടീന, പെപ്പച്ചോ, ഇങ്ങനത്തെ കുറേ പ്രോഗ്രാമുകളുണ്ട്. അങ്ങനെ കുറേ ക്രിസ്തീയമായ കുറേ പാഠങ്ങൾ പഠിപ്പിക്കുന്ന കുറേ പ്രോഗ്രാമുകളുണ്ട്. സെറാഫീനിലാണ് കൂടുതലും പാഠങ്ങൾ പഠിപ്പിക്കുക. മക്കളെയൊക്കെ വളർത്തി വരുന്ന ഈ സാഹചര്യത്തിൽ മാതാവിൻ്റെ ഒരു പ്രസക്തി എന്താ നമ്മുടെയൊക്കെ ജീവിതത്തിൽ? മാതാവിൻ്റെ എന്തെങ്കിലും പ്രസക്തി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കാരണം മാതാവിനോട് നമ്മൾ ഒരു ജപമാല ചെല്ലുന്നതിന് കൂടുതൽ നമ്മൾ എത്രത്തോളം മാതാവിനോട് ജപമാല ചൊല്ലി കൂടെ നിൽക്കുന്നു അത്രത്തോളം മാതാവ് നമുക്ക് അനുഗ്രഹങ്ങൾ തരും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജോലിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജോലിക്ക് വേണ്ടി ശ്രമിച്ച് ജോലി കാര്യത്തിന് വേണ്ടി ജോലിക്ക് ചെല്ലാനായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ദിവസം നമ്മൾ ഒരു ദിവസം അവർക്ക് ജോലി ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം അതിനു വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ 3 ജപമാല ചൊല്ലി മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് പോകുന്ന സ്ഥലത്ത് ജർമ്മൻ ഭാഷയിൽ ഞങ്ങൾ ഷ്വൈറ്റ്സിൽ 2 തരത്തിൽ സംസാരിക്കും. അതിൽ ഒരെണ്ണം നമുക്ക് മനസ്സിലാവില്ല.
ഒരെണ്ണം നമ്മൾ അറിയുന്ന ഭാഷ ഡിയലക്റ്റ് ഭാഷയാണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ, ഞാൻ ഇന്ന് പോകുന്ന കാര്യങ്ങൾ മാതാവേ, ഞാൻ ഭാഷയുടെ പ്രശ്നമുണ്ട്, അവിടെ ചെന്നിട്ട് എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം എന്ന് എനിക്കറിയില്ല, എല്ലാത്തിനും മുമ്പിൽ മാതാവ് നടന്ന് എൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കി തരണം. അങ്ങനെ ഞാൻ കയറി ചെല്ലുമ്പോൾ ജോലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കയറി ചെല്ലുന്ന ആ വാതിലിൻ്റെ അവിടെ 3 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരേണ്ടപ്പോൾ അതിലൊരാൾ എന്നോട് ചോദിച്ചു, ലിയോ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. എനിക്ക് അത്രേ സംസാരിക്കേണ്ടി പോകുന്നുള്ളൂ. അത് ഞാൻ ജോലി ചെയ്യുന്ന ക്യാൻറ്റീൻ, അവിടെ ക്യൂഹ എന്ന് പറയുന്നത് അടുക്കളേനെ, കിച്ചൺ, അതിൻ്റെ ക്യാൻറ്റീൻ്റെ ഒരു ഏറ്റവും മുകളിലുള്ള ഒരാളാണ്. അപ്പോൾ ആൾ എന്നെ കൂട്ടി കൊണ്ടുപോയി ആ ജോലി ചെയ്യേണ്ട ഡ്രസ്സൊക്കെ എടുത്തു തന്നു. എല്ലാ കാര്യങ്ങളും കാലത്ത് തൊട്ട് ഞാൻ 9 മണിക്ക് ചെന്ന് തിരിച്ച് 3:30 വരുന്ന സമയം വരെ എനിക്കൊരു കാര്യം അങ്ങോട്ട് സംസാരിക്കേണ്ടി വന്നില്ല. എല്ലാം നമുക്ക് വേണ്ടി നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്ത് ഭംഗിയാക്കി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അന്ന് തന്നെ നമുക്ക് ആ ജോലിയും ഉറപ്പായി. എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു. പിന്നെ എടുത്തു പറയാത്ത ഇതിൽ ഇവളുണ്ടായിരുന്ന സമയത്ത് ഇവന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചൊരു സമയം എന്ന് പറയുന്നത്, അപ്പോഴൊക്കെയാണ് ആൾ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞങ്ങളെങ്ങനെ ഈശോ കൈപിടിച്ച് നടത്തി എല്ലാം പഠിപ്പിക്കുന്നത് കൂടുതലായിട്ടും പിന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ രണ്ടാമത്തെ ഒരു ബേബി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യം ഞാൻ നിയോഗം വെച്ച് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു സെപ്റ്റംബർ 8-ാം തീയതിയാണ്. അത് ഞങ്ങളുടെ അവിടെ ഓൾട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് മലയാളി ഫാമിലികൾ കൂടിയിട്ടൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ആ പ്രാർത്ഥന ഗ്രൂപ്പ് അവിടെ 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ആ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് കടന്നു ചെന്നത് ഈ സെപ്റ്റംബർ 8 എന്നുള്ള ദിവസത്തിലാണ്. അപ്പം ഞാനന്ന് മാതാവിനോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, പക്ഷെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, സാമ്പത്തികമായിട്ടും അതുപോലെ ജോലിപരമായിട്ടും. ഞാൻ മുഴുവൻ സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഡെലിവറിയൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ അതെങ്ങനെയായിരിക്കും എന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. ബുദ്ധിമുട്ടുകളാണ് മുന്നിൽ കാണുന്നത്. സാമ്പത്തികമായിട്ടും സാഹചര്യം അനുകൂലമല്ല. അപ്പം ഈശോയ്ക്ക് ഇഷ്ടമെങ്കിൽ മാതാവെ ഈ ഒരു അപേക്ഷ നീ കേട്ട് നിൻ്റെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് 2 ആഴ്ചക്കകം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം ആളൊരു കൗൺസിലിങ്ങിനായിട്ട് കടന്നു ചെന്നപ്പോൾ ഈ കൗൺസിലർ ആളോട് ചോദിച്ചു, മാതാവിൻ്റെ കയ്യിൽ നിങ്ങൾക്കൊരു ഉണ്ണി ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പം അത് എനിക്ക് ഉറപ്പാണ്, അത് മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചൊരു മോനാണ് ഇവന്. അവൻ ജനിച്ചത് മെയ് മാസത്തിലാണ്. മെയ് 22-ാം തീയതിയാണ് ഇവൻ ജനിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് മാതാവിൻ്റെ എന്താ പറയുക, മാതാവിനോടുള്ള ആ ഒരു ഇഷ്ടപ്രകാരം ഞങ്ങൾ ഇവന് ലെനോ ജോസഫ് എന്ന പേരിട്ടത്, മാതാവിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുടെ പേര്. അപ്പോൾ തീർച്ചയായിട്ടും മാതാവ് നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്നൊരു ബോധ്യം ഓരോ അനുഭവത്തിലും നമുക്കുണ്ടാകുന്നു. ആലീസ്, ഒരമ്മ എന്ന നിലയിൽ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും വിശുദ്ധിയിൽ വളർത്താൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഈശോ ഒരു ബോധ്യം എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവളെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ബോധ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നോ എന്നൊരു അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ഇവള് വലുതായി വന്ന ഒരു 2 വയസ്സ് വരെയുള്ള പ്രായവും ഇവൻ്റെ 2 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൻ്റെയും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ബോധ്യം എന്താണെങ്കിൽ, ഇവനെ ഞാൻ പ്രഗ്നൻ്റായി ഒരു 3 മാസം തുടങ്ങി. പിന്നെ ഒരു തരത്തിലുള്ള വേറെ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ സിനിമയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ശാലോം മാത്രമാണ്, TV മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും കാണുന്നതും. അപ്പോൾ പിന്നീട് ഇവൻ കുഞ്ഞായിട്ട് പ്രസവിച്ച് പുറത്ത് വന്ന സമയം തുടങ്ങി, പ്രത്യേകിച്ച് ജീസസ് ഈസ് ദി സേവിയർ എന്ന് പറഞ്ഞ ശാലോമിൽ കാണിക്കുന്ന ചെറിയൊരു പ്രോഗ്രാമിൻ്റെ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ അവൻ അത് കാര്യമായിട്ട് കൊച്ചു ബേബി ആയിരിക്കുമ്പോഴേ ശ്രദ്ധിക്കണതും വന്ന് നോക്കണതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ എവിടെയാണെങ്കിലും ഇവൻ ഇഴഞ്ഞ് കുഞ്ഞായിട്ട് മുട്ടുകാലുമ്പം കുത്തി നടക്കുന്ന സമയത്ത് പോലും അത് കേട്ടാൽ ആൾ ഓടി വന്ന് ഇതിൻ്റെ മുകളിൽ പിടിച്ച് കയറി ആ പ്രോഗ്രാം കഴിയുന്നതുവരെ നോക്കും. വീണ്ടും വരുവാൻ
അതുപോലെ അൽഫോൻസാമയുടെ ടെലിസീരിയലിലുള്ള പരിത്രാണകനം, യേശുവേ, അത് കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൻ ആ പാട്ട് പാടിയാൽ അത് ശ്രദ്ധിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവനാണെങ്കിൽ അത് അവൻ നിർത്തിയിട്ട് അവൻ ശാന്തമായിട്ട് ഉറങ്ങും. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഏതൊരു സ്ത്രീയും പുരുഷനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഏത് രീതിയിലായിരിക്കണം ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾ വളർന്നു വരുമ്പോഴാണ് നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവണത്. പക്ഷെ ആ സമയമൊക്കെ എത്തുമ്പോഴത്തേനും ശരിക്കും സമയം വൈകുന്നു. അപ്പം അതിനു മുമ്പ് തന്നെ ഈ ഒരു വ്യക്തമായ ബോധ്യത്തോടു കൂടി നമ്മൾ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും കുട്ടികൾക്ക് വിശുദ്ധമായി വളർന്നു വരാനുള്ള ഒരു അവസരം വീട്ടിൽ സൃഷ്ടിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി ഇങ്ങനെ ഒരു കൂദാശയിലേക്കും കടക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എല്ലാവരുടെ അടുത്തും, ഞങ്ങൾ അറിയപ്പെടുന്ന എല്ലാവരുടെ അടുത്തും, ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരുടെ അടുത്താണെങ്കിലും കുട്ടികളായിരിക്കുന്നവരുടെ അടുത്തും ഞങ്ങൾ എപ്പോഴും പറയും. അപ്പോൾ നമ്മുടെ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയാണ് സത്യത്തിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങളുടെ ഈ ഷെയറിംഗ് ഒക്കെ കേട്ടപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് ഒരു നന്ദിയുടെ ഗാനം ആലപിക്കാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ നീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, എവിടെ ജീവിക്കുന്നു എന്നതിലല്ല പ്രാധാന്യം, എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് പ്രാധാന്യമെന്ന് ഇവരുടെ കുടുംബജീവിതം നമുക്ക് മാതൃക നൽകുന്നു. ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന നമ്മൾക്ക് ഇവരുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഒരു മാതൃകയാവട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി. മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ, ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനും ഇരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോ